ആമുഖമായിട്ട് ലോകരാജ്യനായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രശില്പി, ഭരണഘടനാ ശില്പി എന്ന് വിളിക്കാവുന്ന വളരെ താഴ്ന്ന നഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഭരണഘടനയുടെ ഭാഗതയും അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞതാണ് രാഷ്ട്രത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഭരണഘടന. ആ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ബാബ രാംജി അംബേദ്കറിൻ്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നതിലേക്കായിട്ടാണ് ലോക് ജനശക്തി പാർട്ടി രാംവിലാസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഭരണഘടന നിർമ്മാണ സഭയിലൂടെ അദ്ദേഹം ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾക്ക് നിയമസംഹിതയ്ക്ക് തൻ്റെ തൂലിക ചലിപ്പിച്ച മഹാനായ BR അംബേദ്കർജിയുടെ ഈ ജന്മദിനത്തിൽ ലോക് ജനശക്തി പാർട്ടി രാംവിലാസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അരുൺ വേലായുധൻജി, അതോടൊപ്പം വനിതാ അധ്യക്ഷയായിട്ടുള്ള ശ്രീ റീജ വിനോദ്, മെഡിക്കൽ വിങ്ങിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ അജീഷ്, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ചടങ്ങ് സംഘടിപ്പിച്ച എല്ലാവർക്കും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിൽ LJP ലോക് ജനശക്തി പാർട്ടി രാംവിലാസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ആദ്യമേ നിങ്ങൾക്കൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ചടങ്ങുകൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിലേക്കായി ഡോക്ടർ അജീഷ്, മെഡിക്കൽ വിങ്ങിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ അംബേദ്കറുടെ 135ാമത് ജന്മദിനത്തോട് അനുബന്ധിച്ച് നമ്മൾ ഇന്നിവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, നമ്മുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അരുൺ വേലായുധൻജിയോടൊപ്പം ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു പരിപാടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറി, മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഇന്ന് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ശ്രീ ബാബ അംബേദ്കറുടെ ആർട്ടിക്കിൾ 15, 16, 17 എല്ലാം തന്നെ വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ജാതി ചതുർവർണ്ണയങ്ങളുടെയൊക്കെ പേരിൽ നമ്മുടെ അടിസ്ഥാന വർഗ്ഗങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ മാർജിനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ട് നമ്മുടെ ഭരണഘടന ഇവിടെ രൂപീകരിക്കുമ്പോൾ അന്ന് അദ്ദേഹം രൂപീകരിച്ചത് ഇന്ന് ഈ 2026-ലും അതിൻ്റെ യഥാർത്ഥ ആ ഒരു പ്രസക്തി ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ദുഃഖകരമായ സങ്കടകരമായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഭരണഘടനയുടെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഈ അംബേദ്കർ ജയന്തി എന്നറിയപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്ന് ഈ പ്രോഗ്രാമിൽ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അരുൺ വേലായുധൻജി, അതുപോലെ തന്നെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ സജി നായർ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥൻ നായർ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ ബിജു, അതുപോലെ തന്നെ ജില്ലാ ട്രഷറർ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അരുൺ, അതുപോലെ തന്നെ സംസ്ഥാന വനിതാ വിങ് അധ്യക്ഷ ശ്രീ റീജ വിനോദ്, അതുപോലുള്ള മറ്റുള്ള എല്ലാ പ്രവർത്തകരെയും മീഡിയ സുഹൃത്തുക്കളെയും
എൻ്റെ പേരിലും ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എല്ലാവരെയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മൾ ഭീംറാവു അംബേദ്കർജിയുടെ 135ാമത് ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അംബേദ്കർ എന്ന് പറയുന്നത് ഒരു സത്യവും അതുപോലെ തന്നെ ഈ ഭാരതത്തിൻ്റെ ഒരു വലിയ ശില്പിയുമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ കഴിവും ആ തൂലികയിലൂടെ നമുക്ക് പകർന്നു തന്നതാണ്. ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹം 1950 ജനുവരി 26-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ നവഭാരത നിർമ്മാണത്തിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ ഭരണഘടന ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമായും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വളരെ സമ്പൽ സമൃദ്ധിയിൽ ആഘോഷിച്ച് താമസിക്കുന്ന ഒരു സംസ്ഥാനമായും കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. വർഗവെറിയുടെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ വിഹരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ജാതി അധിക്ഷേപങ്ങളും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേര് പറഞ്ഞുള്ള അവജ്ഞയും പുച്ഛവും കേൾക്കേണ്ടി വരുന്ന ഈ സാഹചര്യത്തിൽ അംബേദ്കറിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയും അദ്ദേഹത്തിൻ്റെ കഴിവുകളും എത്രത്തോളം ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും പ്രാവർത്തികമായി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ഇന്ന് ഒരുപാട് സർക്കാർ സ്കൂളുകളുണ്ട്. ഈ സർക്കാർ സ്കൂളുകളിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരുടെ മക്കളായിട്ടുണ്ടോ? MLA-മാരുടെ മക്കളുണ്ടോ? മന്ത്രിമാരുടെ മക്കളുണ്ടോ? അപ്പോൾ സർക്കാർ സ്കൂൾ എന്നും പാവപ്പെട്ടവൻ്റേതായിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്നാൽ അവിടെ അടിസ്ഥാനപരമായി എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായോ? ആശുപത്രികൾ, വലിയ വലിയ സംവിധാനങ്ങളെന്ന് പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, ഇന്ന് RCC പോലെയുള്ള സ്ഥലങ്ങളിൽ സാധാരണക്കാരൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ ബയോപ്സി എടുക്കാൻ പോലും 6 മാസവും 7 മാസവും കാത്തിരിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. അവരുടെ കുറ്റം കൊണ്ടല്ല, അത്രയ്ക്ക് ഓവർലോഡാണ്. ഏകദേശം 25, 30, 40 സ്റ്റാഫുകളുണ്ടെങ്കിൽ 10, 15 പേര് ലീവ് എടുക്കും. ബാക്കിയുള്ള 10, 15 സ്റ്റാഫുകൾക്ക് കാര്യങ്ങൾ ചെയ്താൽ തീരാത്ത അവസ്ഥയിലാണ്. അപ്പോൾ സാധാരണക്കാരൻ ഇന്നും സാധാരണക്കാരായി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു വലിയ മാറ്റം വരണം. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അംബേദ്കറിനെ പോലെയുള്ള ആൾക്കാർ അവരുടെ ശക്തമായ തൂലിക ചലിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും ഇന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നിട്ടില്ല. ഇവിടെ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഊറ്റം കൊള്ളുന്ന MLA-മാരും മന്ത്രിമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ തന്നെ അവനവൻ്റെ കുടുംബകാര്യങ്ങളും അവനവൻ്റെ സുഖവും സൗകര്യവും മാത്രം നോക്കി ജീവിക്കുന്നൊരവസ്ഥയിലാണെന്ന് നിലവിലുള്ളത്. ജാതി എല്ലാ മേഖലയിലും പടർന്ന് പ്രസരിച്ചിരിക്കുന്നു. ഒരു സീറ്റ് നൽകുന്നതിന് ജാതി, ഒരു ജോലി ലഭിക്കുന്നതിന് ജാതി, ഒരു വിവാഹം കഴിക്കുന്നതിന് ജാതി. ഒരാൾ കറുത്ത വർഗ്ഗക്കാരനാണെങ്കിൽ അവന് സാധാരണക്കാരനായിട്ട് മുദ്ര കുത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യം കിട്ടി 50, 60, 70, 80 വർഷങ്ങളായാൽ പോലും മാറാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഇവിടെയാണ് ലോക് ജനശക്തി പാർട്ടി രാംവിലാസിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. നമ്മൾ ശ്രീ അസീം ഖാനും അതുപോലെ തന്നെ കാലിക് സാബും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അണികളാണ്. ആ പാർട്ടിയുടെ സജീവ പ്രവർത്തകരെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആത്മാഭിമാനം കൊള്ളാം. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ മാറ്റി നിർത്താതെ
എല്ലാവരും മനുഷ്യരാണെന്നും അവർ ഓരോരുത്തരും തന്നെ നമ്മുടെ സഹോദരങ്ങളാണെന്നും കണ്ടുകൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ലോക് ജനശക്തി പാർട്ടി മാറുന്നു. അവിടെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കേരളം ഇന്ന് എത്തി നിൽക്കുമ്പോൾ ശ്രീ അംബേദ്കർജിയുടെ ആശയങ്ങൾക്ക് അതിയായ പ്രസക്തി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ എല്ലാ വേദികളിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് സംസ്ഥാന കമ്മിറ്റിയിലായാലും ജില്ലാ കമ്മിറ്റികളിലായിരുന്നാലും കേരളത്തിലാകമാനം അത്തരത്തിലുള്ളൊരു വലിയ പ്രക്ഷോഭത്തിന്, അത്തരത്തിലുള്ളൊരു വലിയ ആശയത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഔദ്യോഗികമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് എൽ ജെ പി. ജന്മദിനമായ ഈ ദിവസം ഇവിടെ നിൽക്കുന്നതിൽ ഞാൻ അഭിമാനമായിട്ട് പറയുന്നു. കാരണം ഇന്ന് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ്. എല്ലാ വർഷവും മുമ്പ് ഇതുപോലെ മഹാനായ വ്യക്തിയുടെ ഒരു ഫൗണ്ടേഷനിൽ ജില്ലാ പ്രസിഡൻ്റായിട്ട് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡേറ്റ് എന്തായാലും ആ ഒരു ദിവസം തന്നെ എനിക്കും എന്തായാലും കുറച്ച് എന്തു പറയാം, നമ്മുടെ നീതി നിയമവ്യവസ്ഥയുടെ മന്ത്രിയായിരുന്നു, ഭരണഘടനാ ശില്പിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ദിവസമായി ഞാൻ കരുതുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. എന്തായാലും ഈ ജന്മദിനം ജയന്തി ഇവിടെ സംഘടിപ്പിച്ച ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്കും എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് മനസ്സിലായി. ഏറ്റവും വലിയ മോട്ടിവേറ്ററിൽ ഒരാളാണ് അംബേദ്കർജി എന്ന് ഞാൻ പറയും. കാരണം ജാതിയും ഉച്ചനീതത്വവും ഒക്കെ കൊടികൊടുത്ത് വാഴുന്ന സമയത്ത് 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലെല്ലാം ജാതി ഉച്ചനീതത്വം നമ്മുടെ നാട്ടിലെക്കാളും വളരെ കൂടുതലുള്ളതാണ്. ആ സമയത്ത് 1891 ജനിച്ച് അദ്ദേഹം ഇത്രയൊക്കെ ആകാൻ കഴിഞ്ഞുവെങ്കിൽ അത് വളരെ എല്ലാ പേർക്കും വളരെയേറെ മോട്ടിവേഷൻ തരുന്നൊരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജാതിയോ വർണ്ണമോ അല്ലെങ്കിൽ മതമോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഇത്രയും ഒരു ഉന്നത നിലവാരത്തിലെത്താൻ പറ്റിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത്രയും ജനങ്ങൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രമല്ല നമുക്ക് ഉന്നത നിലയിലെത്താനുള്ള വർക്കും കൂടെ വേണം. അത്തരം കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ പോലെ നമുക്ക് വരും തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ലെവലിലെത്താൻ പറ്റും. LJP ഒരു ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ശക്തി ആണ് നമ്മൾ ഈ സമയത്ത് ഈ അവധി ദിവസമായിട്ട് പോലും നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടാനുള്ള ഒരു പ്രേരക ശക്തിയായത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അധികമായി ഇനി പറയുന്നില്ല. സംസ്ഥാന പ്രസിഡൻറ്റും വനിതാ അധ്യക്ഷ ശ്രീ റീജ വിനോദും അതുപോലെ നമ്മുടെ ഡോക്ടർ പ്രേംകുമാർജിയും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അജീഷ്ജിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി ഈ അദ്ദേഹം രാഷ്ട്രശില്പിയായിട്ട് അതോടൊപ്പം നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ട് അദ്ദേഹത്തെ തൂലിക കൊണ്ട് എഴുതിയ ഈ ഭരണഘടന പല കാലങ്ങളിൽ പല സമയങ്ങളിൽ അതിന് ചെറിയ ഭരണഘടനാ ഭേദഗതി ഉണ്ടായിട്ടുണ്ട്. ഈ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ലോകാരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സർക്കാരിൻ്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നടക്കാൻ പോകുന്നത്. വനിതാ ബില്ല് 16-ാം തീയതി ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി നാരീ ശക്തിയാണെന്നും അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഇനി 543 സീറ്റിൽ നിന്ന് ഏതാണ്ട് 826ഓളം സീറ്റുകളും അതിൽ പകുതിയും സ്ത്രീകൾക്കായി നീക്കിവയ്ക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകുന്ന വനിതാ ബില്ലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിലൂടെ ഭാരതത്തിലെ പ്രധാനമന്ത്രി ലക്ഷ്യമാക്കുന്നത് സ്ത്രീയുടെ ശക്തിയും ഭാരതത്തിൻ്റെ ശക്തിയും അഴിമതിയില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് വികസനം എത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദം ലോകത്തിൻ്റെ ശബ്ദമായി ഭാരതത്തിൻ്റെ ശബ്ദമായി മാറണം എന്ന ആഗ്രഹം കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ ബില്ല് പാർലമെൻറ്റിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ കൊണ്ടുവരുന്നത്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഭരണഘടനാ ശില്പി തുടങ്ങി വെച്ച ഈ മാറ്റം ഇപ്പോൾ ഇവിടെ 2 ദിവസം കഴിയുമ്പോൾ വനിതകൾക്കായി സംവരണം ഏർപ്പെടുത്തുന്നതിലൂടെ, വനിതാ ബില്ലിലൂടെ ശാക്തീകരിക്കപ്പെടുന്നതിലൂടെ സാർത്ഥകമാകുന്ന ഒരു അസുലഭ നിമിഷത്തിലാണ് നമ്മൾ ഈ ആഘോഷം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖമെന്ന് പറയുന്നത് പ്രിയാമ്പിൾ എന്നറിയപ്പെടും ഇംഗ്ലീഷിൽ. ആ പ്രിയാമ്പിളിൻ്റെ ഭാഗം നമ്മളിവിടെ ഏറ്റു ചൊല്ലിക്കൊണ്ട് ഈ ചടങ്ങ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇന്ത്യയിലെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലും സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിലും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനയോട് ആത്മാർത്ഥമായ അർപ്പണവും സമർപ്പണവും ദൃഢനിശ്ചയവും നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു. നന്ദി അറിയിക്കുന്നു. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ള വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പേരും സഹകരിച്ചിട്ട് വേണം പിരിഞ്ഞു പോകാൻ.